യും വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യമെമ്പാടും ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിലെ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിലെ കണ്ടന്റുകൾ എങ്ങനെയാകും നിയന്ത്രിതമാക്കപ്പെടുക എന്നാണ് ഇനി അറിയേണ്ടത്. ഡിജിറ്റൽ മാധ്യമങ്ങളെ കേന്ദ്ര നീക്കം എങ്ങനെ ബാധിക്കും? ഈ വിഷയത്തിൽ വിശദമായി സംസാരിക്കാൻ ദ ക്യൂവിനൊപ്പമുള്ളത് ദ ന്യൂസ് മിനിറ്റ് കോ ഫൗണ്ടറും എഡിറ്ററും കൂടാതെ ഡിജിറ്റൽ മാധ്യമ രംഗത്തെ ദേശീയ കൂട്ടായ്മയായ ഡിജിപബിന്റെ ചെയർപേഴ്സണുമായ ധന്യ രാജേന്ദ്രനാണ്. സ്വാഗതം. താങ്ക് യു. ഈ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളെ അടക്കം വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനെതിരായ നീക്കം എന്ന ആശങ്ക ഉയരുന്നുണ്ട്. എല്ലാവരും സെൻസർഷിപ്പിന്റെ ആംഗിളിലാണ് ഇതിനെ കാണുന്നത്. BJP ഭരണകാലത്ത് ചില വാർത്തകളുടെ പേരിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ കാണുന്നത്? കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, OTT പ്ലാറ്റ്ഫോംസ്, അതായത് ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ്, അങ്ങനെയുള്ള എല്ലാ OTT പ്ലാറ്റ്ഫോംസും INB മിനിസ്റ്ററിന്റെ കീഴിൽ വരും. ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന ആരും, അതായത് ഓൺലൈൻ ന്യൂസ് വെബ്സൈറ്റ്സ് എന്നല്ലാരും അവർ പറയുന്നത്, ഓൺലൈൻ ന്യൂസ് സ്പേസിൽ പ്രവർത്തിക്കുന്ന ആരും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുമെന്നാണ്. ഇപ്പൊ നോർമലി ഒരു സർക്കാർ, ഫോർ എക്സാമ്പിൾ, ദേ ഹോൾഡ് ഡിസ്കഷൻസ്, അതായത് ഡിജിറ്റൽ രംഗത്ത് എങ്ങനെയെങ്കിലും സഹായിക്കാനായി, അത് വിപുലീകരിക്കാനായി, സർക്കാർ ഈ എല്ലാ മാധ്യമങ്ങളെയും INBയുടെ കൂടെ കീഴിൽ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ആർക്കും പ്രശ്നമുണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആശങ്കയുള്ളത്? ഏതൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ പോളിസി നമുക്ക് ഇൻ ഐസൊലേഷൻ, അത് ഒരു വൺ ഇൻസിഡന്റ് ആയിട്ട് കാണാൻ പറ്റില്ല, അല്ലെ? ആ പോളിസി ഫ്രെയിം ചെയ്യാൻ അതിനു മുൻപ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്തത്, ആ പോളിസിയിലേക്ക് ലീഡും ചെയ്ത ഇവന്റ്സ് എന്തൊക്കെയാണെന്ന്, ഇത് എനിക്ക് പറയാൻ രണ്ട് കാര്യങ്ങളാണ്. ഏതാനും ആഴ്ചകൾ മുമ്പ് സുദർശൻ TV എന്ന് പറഞ്ഞൊരു ചാനൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഷോ നടത്തി. അതായത് ഒരുപാട് മുസ്ലിംസ് UPSC എക്സാം ക്ലിയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ ആയിരുന്നു അത്. ഈ ഷോ ബ്ലോക്ക് ചെയ്യണമെന്ന് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോർട്ട് കേന്ദ്ര സർക്കാരിനോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമായി പറയാതെ കേന്ദ്ര സർക്കാർ 2 പ്രാവശ്യം സുപ്രീം കോടതിയോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ആരെങ്കിലും റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഡിജിറ്റൽ മീഡിയ റെഗുലേറ്റ് ചെയ്യുമെന്ന്. അത് ഒന്നാമത്തെ എക്സാമ്പിൾ. 2, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ മീഡിയ ന്യൂസ് വെബ്സൈറ്റുകളിലുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI 26% സർക്കാർ ചുരുക്കി. അതായത് അതൊരു വലിയ നേട്ടമായിട്ടാണ് സർക്കാർ പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ഇതുവരെയ്ക്കും 100% വരയ്ക്കും FDI ഉള്ള ന്യൂസ് വെബ്സൈറ്റുകൾ ഇവിടെ ഉണ്ട്. അത് 26% ചുരുക്കി. ഈ 2 ഇവന്റ്സ്, ഇതല്ലാതെ പലപ്പോഴും ഡിജിറ്റൽ മീഡിയക്കെതിരായി യൂണിയൻ മിനിസ്റ്റേഴ്സ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ there is a distrust, അല്ലെ? അതായത് സർക്കാരിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് സംശയം വരുന്ന രീതിയിലാണ് ഇതുവരയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും. അതാണ് ന്യൂസ് വെബ്സൈറ്റ്സിനെ കുറിച്ച്. പിന്നെ കണ്ടന്റ്, അതായത് ആമസോൺ ആയാലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആയാലും ഇതിൽ വരുന്ന പല സിനിമകളും അല്ലെങ്കിൽ സീരീസുകളും ഇപ്പോഴത്തെ കറന്റ് സർക്കാരും അവരുടെ രാഷ്ട്രീയത്തിനും എതിരാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വക്കെതിരാണ്, ഹിന്ദുത്വത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യവും പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരെ INB മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു കണ്ടന്റ് സെൻസറിങ്ങിന് വേണ്ടിയിട്ടാണോ? ഇതാണ് ഞങ്ങളുടെ അപ്രഹെൻഷൻ. ഇപ്പോ ധന്യ പറഞ്ഞതുപോലെ തന്നെ ഈ ലെഗസി മീഡിയ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിന്റ് ആണെങ്കിലും ഇംഗ്ലീഷ്, ഹിന്ദി മുൻനിര ചാനലുകളും ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് മോദി സർക്കാരിന് അപ്രീതി ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനെ വിമർശനാത്മകമായി നേരിടുന്നില്ല. അത്തരത്തിൽ മോദി സർക്കാരിന്റെയും ഹിന്ദുത്വയുടെയും വിമർശകരായി നിരന്തരം ഇടപെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയയെ വരുതിയിലാക്കാനുള്ള ധൃതിയിലുള്ള നീക്കമാണ് ഇതെന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു കാരണമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് അറിയില്ല സർക്കാർ ആക്ച്വലി എന്താണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു എന്നല്ലാതെ ഇതിനപ്പുറം സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗസ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ സർക്കാരിന് ഡിജിറ്റൽ മീഡിയയെ ഭയമുണ്ട്. എന്തെന്നാൽ ഇപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ എടുത്താൽ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പേഴ്സ് പിന്നെയും ഭേദമാണ്, അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ. പക്ഷെ TV ചാനലുകളും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ശരി, ഒട്ടുമിക്കവാറും എല്ലാ ചാനലുകളും തന്നെ സർക്കാരിനെ
ഒരു പരിധിക്ക് പുറത്ത് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രോഗ്രാംസ് ചെയ്യാനോ തയ്യാറല്ല. അതേസമയം ഡിജിറ്റൽ മീഡിയയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇന്ന് ഏറ്റവും വോക്കലായി സർക്കാരിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ഡിജിറ്റൽ മീഡിയ വെബ്സൈറ്റുകളും പല ഹിന്ദി വെബ്സൈറ്റുകളുമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സർക്കാർ ഡിജിറ്റൽ വെബ്സൈറ്റുകളെ ഭയക്കുന്നു, അവരെ എങ്ങനെയും കൺട്രോൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഈ സർക്കാരിനുണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷെ ഇത് മാത്രമല്ല പ്രശ്നം, അല്ലെ? ഇത് എങ്ങനെയാണ് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന ആരും, അപ്പൊ യൂട്യൂബിൽ ന്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫേസ്ബുക്കിൽ വെറുതെ ന്യൂസിന്റെ വിശകലനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? അതായത് ഒരു ഇന്ത്യൻ ദുബായിൽ താമസിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്നു, പക്ഷെ ഇന്ത്യയിലിരിക്കുന്ന ന്യൂസിനെ കുറിച്ച് ഡിസ്കഷൻ എല്ലാ ദിവസവും ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, വിശകലനം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? ഇല്ലെങ്കിൽ അവരിനി ഇന്ത്യയിലെ വാർത്തകളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ആയിരിക്കുമോ റെഗുലേറ്ററി കോഡ് വരിക? അത് മാത്രമല്ല, ഒരു ബിസിനസ് എങ്ങനെയാണ് സർക്കാർ നമ്മളെ സഹായിക്കാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, ടെലിവിഷൻ ആൻഡ് പ്രിന്റ് ഇന്ത്യയിൽ യു ഹാവ് ടു രജിസ്റ്റർ അണ്ടർ ദ ഗവൺമെന്റ്. എന്തുകൊണ്ടാണ്? ടെലിവിഷൻ ആണെങ്കിൽ നിങ്ങൾ അപ്പ് ലിങ്കിങ്ങും ഡൗൺ ലിങ്കിങ്ങിനും ഗവൺമെന്റ് സ്പെക്ട്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരു ഏജൻസി ഒരു ഫീ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഗവൺമെന്റ് പല സബ്സിഡികളും തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ റീൽസ്, അങ്ങനെ പലതും. ഡിജിറ്റൽ ഇതൊന്നും തന്നെ സർക്കാരിന് ഇങ്ങനെ ഒരു ആവശ്യവും ഡിജിറ്റലില്ല, ഇങ്ങനെ ഒരു സഹായവും ആവശ്യമില്ല. അതുകൊണ്ട് ഡിജിറ്റൽ, പ്രിന്റ് ആൻഡ് ടെലിവിഷന് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇംപ്ലിമെന്റേഷൻ പ്രശ്നമാണ്, ഇന്റൻഷൻ പ്രശ്നമാണ്, ആൻഡ് വാട്ട് ഇസ് ദ ഇവൻച്വൽ ഗോൾ? ഇവർ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? ദർ ഇസ് നോ റോഡ് മാപ്പ്, ഐ തിങ്ക്. അതായത് പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിക്കുകയാണ് എല്ലാവരെയും ഐബി മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവരാം. ബട്ട് ഇന്റർനെറ്റ് ഇസ് എ ഹ്യൂജ്, ഇറ്റ്സ് എ വാസ്റ്റ് ഓഷ്യൻ ഓഫ് പീപ്പിൾ, അല്ലെ? എത്രയോ തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ, ഓരോ ചെറിയ സംരംഭങ്ങൾ നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരെയും എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു? സോ വി ആക്ച്വലി ഡോണ്ട് നോ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതല്ലാതെ അതെങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചോ അതിന്മേൽ എന്തെങ്കിലും ചർച്ചകൾ നടത്തിയോ എന്ന് പോലും ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ടെലിവിഷൻ പത്രമാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നത് പോലെ എളുപ്പമായിരിക്കുമോ ഈ ഡിജിറ്റൽ മീഡിയ നിയന്ത്രണ വിധേയമാക്കുക എന്നത്? ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി പല ചർച്ചകളിലും ഞാൻ ആൾക്കാർ പറഞ്ഞ് കേട്ടിരിക്കുന്നത്, അത് ടെലിവിഷൻ ആണെങ്കിൽ അവർക്കൊരു ടെലിവിഷൻ കോഡ് ഉണ്ട്, ന്യൂസ് പേപ്പർ കോഡ് ഉണ്ട്, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഒരു കോഡിന്റെ ദേ വർക്ക് വിതിൻ ദാറ്റ് കോഡ്. ഇത് ആക്ച്വലി സത്യമല്ല. എത്രയോ ടെലിവിഷൻ ചാനൽസ് ദിവസവും ഈ കോഡ് ബ്രേക്ക് ചെയ്ത് കമ്മ്യൂണൽ ഡിസ്ഹാർമണി വരുത്തുന്ന വാർത്തകൾ വരെ ചർച്ച ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. അത് വിടും. രണ്ടാമത്തെ കാര്യം, പലരും പറയുന്നത് ഡിജിറ്റൽ മീഡിയ മേൽ ഒരു കൺട്രോളും ഇല്ല സർക്കാരിന്, അവരൊരു റെഗുലേറ്ററി വാക്യൂമിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ മേൽ ഒരു കൺട്രോളും ഇല്ല. അത് സത്യമല്ല. ഞാൻ ഒരു ഡിജിറ്റൽ മീഡിയ വെബ്സൈറ്റ് നടത്തുകയാണ്. ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. ആ കമ്പനി ഞാൻ ഇന്ത്യയിലെ കമ്പനി രജിസ്ട്രേഷൻ റൂൾസിന് അനുസരിച്ച് തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ ഒരു പത്രപ്രവർത്തകയാണ്. ഞാനൊരു വാർത്ത പബ്ലിഷ് ചെയ്യുമ്പോൾ ഐ എം ലയബിൾ, അതായത് ഇന്ത്യൻ പീനൽ കോഡ്, ലോസ് ഓഫ് ഡെഫമേഷൻ, ലോസ് ഓഫ് ഒബ്സീനിറ്റി, ഇതെല്ലാം തന്നെ എനിക്കും ബാധകമാണ്. നാളെ ഞാൻ ആരെങ്കിലും കുറിച്ച് സത്യമല്ലാത്തതോ മോശമായ ഒരു വാർത്ത കൊടുത്താൽ ഹി ഓർ ഷി ഹാസ് എവറി റൈറ്റ്സ് എന്റെ മേലൊരു കേസ് കൊടുക്കാൻ, അല്ലെ? അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ ഒട്ടും കൺട്രോൾ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ഇന്ത്യൻ രാജ്യത്തിലെ എല്ലാ ലോസും ആർ ഈക്വലി ആപ്ലിക്കബിൾ. അതുകൊണ്ട് റെഗുലേഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഇനി ഗവൺമെന്റിന്റെ മെയിൻ ഉദ്ദേശം ഒരു റെഗുലേറ്ററി കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ടുവരികയാണ് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഇതുവരെയ്ക്കും പറഞ്ഞിരിക്കുന്നത്? വല്ലാതെ ഫേക്ക് ന്യൂസ് വെബ്സൈറ്റുകൾ പരത്തുന്നു എന്ന്. അപ്പൊ ഫേക്ക് ന്യൂസ് എന്താണെന്ന് സർക്കാരാണോ ഇനി മുതൽ തീരുമാനിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ അത് ശരിക്കും കൃത്യമായ രീതിയിൽ തീരുമാനിക്കും എന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അത് രണ്ടാമത്തെ കാര്യം, അല്ലെ? ഇത് മാത്രമല്ല, ബിസിനസ് മോഡലുകൾ, അതായത് ഡിജിറ്റൽ സംരംഭങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഇതുവരെയ്ക്കും അതിനെക്കുറിച്ചൊന്നും ഒരു സംസാരം ഉണ്ടായിട്ടില്ല. കൂടെ ഉണ്ടായിട്ടുള്ള സംസാരം എങ്ങനെ മാധ്യമങ്ങളെ കൺട്രോൾ ചെയ്യാം, അവരുടെ കണ്ടന്റ് റെഗുലേറ്റ് ചെയ്യാം എന്ന് മാത്രമാണ്. തീർച്ചയായും നമ്മൾ ഈ ഇതിന്റെ മറ്റൊരു വശം കൂടെ നോക്കിയാൽ, ഈ സർക്കാർ നീക്കം വിമർശിക്കപ്പെടുമ്പോൾ തന്നെ ഈ തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഒക്കെ തോന്നിയതുപോലെ പ്രചരിപ്പിക്കുന്ന നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള പ്രചരണങ്ങൾ തടയാൻ ഈ നീക്കം ഒരു തരത്തിൽ സഹായകരമാകില്ലേ? എത്ര ടെലിവിഷൻ ചാനലുകൾ ദിവസവും ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്? ഞാൻ പറയാം, എല്ലാ ദിവസവും മലയാളം ടെലിവിഷൻ ചാനൽസിൽ
എത്ര വ്യാജ വാർത്തകളാണ് എല്ലാ ദിവസവും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് ആയ വാർത്തകൾ. നാളെ അത് ശരിയല്ല എന്ന് അറിയുമ്പോൾ ചെറിയൊരു അപ്പോളജി മാത്രം കൊടുത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ ടെലിവിഷൻ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഓൺലൈൻ. ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി അധികമായിരിക്കും ഓൺലൈനിൽ, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വ്യാജ വാർത്ത ഒരു ഓൺലൈൻ മാധ്യമം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സോ ഇത് നിർത്താനായി ഒരു റെഗുലേറ്ററി കോഡ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം, അതായത് നാളെ സർക്കാർ ഒരു റെഗുലേറ്ററി കോഡ് കൊണ്ടുവരികയാണ്, അതുകൊണ്ട് മാത്രം ഈ ചെറിയ ചെറിയ ഓൺലൈൻ മാധ്യമങ്ങൾ അവർ ചെയ്യുന്ന ബ്ലാക്ക് മെയിൽ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പബ്ലിഷ് നിർത്താൻ പോകുന്നുണ്ടോ? ഇല്ല. അതിന് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുത്തേ പറ്റൂ. അതിനുള്ള ലോസ് ഓൾറെഡി ഈ രാജ്യത്തുണ്ട് അല്ലെ. സോ ഐ എം സെയിങ് ഇതൊന്നും കാരണങ്ങളല്ല ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. അതായത് ഒരു സർക്കാർ ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ അതൊരു ഇൻഡസ്ട്രിയെ സഹായിക്കാനായിരിക്കണം. അങ്ങനൊരു വ്യക്തത സർക്കാരിന് ലഭിച്ചാൽ നമ്മൾക്കും സന്തോഷം തന്നെയാണ്. സർക്കാർ, അതായത് INB മിനിസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവരുമ്പോൾ. പക്ഷെ ആ വ്യക്തത ഇല്ലാത്തപ്പോഴാണ് ഈ ആശങ്ക. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോ നേരത്തെ ഇപ്പോ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഈ ഒരു നിയമം അത് നടപ്പിലാക്കിയാൽ അത് ഏത് രീതിയിൽ നടപ്പാക്കുമെന്നാണ് കരുതുന്നത്? ഇപ്പോ രാജ്യത്തെ ഒരു പ്രധാന ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമിന്റെ എഡിറ്റർ എന്ന നിലയിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആകും ഈ ഒരു നിയമം നടപ്പിലാക്കിയാൽ അതുണ്ടാക്കുക? ഇപ്പൊ തൽക്കാലം ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞാൽ ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ INB മിനിസ്ട്രിക്ക് ഇനി അവകാശമുണ്ട്. അതിൽ അവർ എന്തായിരിക്കും പറയുക നമുക്ക് ഒട്ടും അറിയില്ല. എന്നാലും എന്റെ ആശങ്കകൾ ഞാൻ പറയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് പല ഡിജിറ്റൽ വെബ്സൈറ്റ്സും ഡിപ്പെൻഡ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ, മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ അവർ നോൺ പ്രോഫിറ്റ് ആണെങ്കിൽ ഡൊണേഷൻസിലൊക്കെയാണ്. നാളെ സർക്കാർ ഇതിനൊക്കെ ഒരു ക്യാപ്പ് കൊണ്ടുവരണം. അതായത് നിങ്ങൾ 500 രൂപയ്ക്ക് കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്രയോ വെബ്സൈറ്റുകൾ, കെൻ പോലുള്ള വെബ്സൈറ്റുകൾ ഒരു വർഷം 3000 to 5000 രൂപ വാങ്ങുന്ന എത്രയോ വെബ്സൈറ്റുകളുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരു ടയർ ഓഫ് മെമ്പർഷിപ്പ് 3000 രൂപയാണ്. അത് ആഗ്രഹമുള്ളവർ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ സർക്കാർ പറയണം ഞങ്ങൾ ഇത് ക്യാപ്പ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യും? സോ ഇതൊക്കെയാണ് കൺസേൺസ്. അതായത് സർക്കാർ ഇനി ഒരു ബിസിനസ് ലൈനിലായാലും അല്ലെങ്കിൽ കണ്ടന്റിനെ കുറിച്ചായാലും ഇഫ് ദേ ആർ ഗോയിങ് ടു ബ്രിങ് എനി റെഗുലേഷൻസ്, അത് എന്തായിരിക്കും എന്ന് ഈ ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുമ്പോൾ ഈ വലിയ വലിയ മാധ്യമങ്ങളിലായത് ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള മനോരമ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇങ്ങനത്തെ മീഡിയയോട് സംസാരിച്ചാൽ മാത്രം പോരാ. എന്നാൽ അവർക്ക് അവരുടെ ഡിജിറ്റൽ സൈറ്റുകൾ എങ്ങനെ സംരക്ഷിക്കാം, അവരുടെ ഡിജിറ്റൽ സൈറ്റുകൾ മാത്രം എങ്ങനെ വലുതാക്കാം, അതേസമയം ഇൻഡിപെൻഡന്റ് സൈറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ആവശ്യം അവർക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് സർക്കാർ, ഇഫ് ദ ഗവൺമെന്റ് വാണ്ട്സ് ടു ടോക്ക് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സർക്കാർ തീർച്ചയായും ഇൻഡിപെൻഡന്റ് ആയി ഡിജിറ്റൽ വെബ്സൈറ്റ് നടക്കുന്ന ആൾക്കാരോട് സംസാരിക്കണം. അത് മാത്രമല്ല, യൂട്യൂബേഴ്സ്, എത്രയോ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നമ്മുടെ ഇടയിലുണ്ടല്ലേ, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ്, ഇവരൊക്കെ നാളെ വാർത്തകൾ ചെയ്യാൻ പാടില്ലാതാവുമോ? ഇവർ സർക്കാരിനെതിരെ സംസാരിച്ചാൽ പ്രശ്നമാകുമോ? അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയേണ്ട വിഷയങ്ങളാണ്. ഏറ്റവും ജനങ്ങളെ അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഇഫ് ഈ നമ്മളുടെ OTT പ്ലാറ്റ്ഫോംസ് വരുന്ന കണ്ടന്റ് സെൻസർ ബോർഡിന് കീഴിൽ വരികയാണെങ്കിൽ. ഈയിടെയായിട്ട് കണ്ടില്ലേ, ജോക്കർ എന്ന സിനിമ ഇനി ഇന്ത്യൻ തിയേറ്റേഴ്സിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ അത് OTT പ്ലാറ്റ്ഫോംസ് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സെൻസർ ബോർഡിന്റെ സെൻസിറ്റിവിറ്റി ഉപയോഗിച്ച് നോക്കിയാൽ നമ്മൾ ഇന്ന് കാണുന്ന പകുതി സീരീസുകൾ, നാർക്കോസോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എത്രയോ സീരീസുകൾ ഒരിക്കലും തിയേറ്ററിലൊന്നും ഒരിക്കലും സർട്ടിഫിക്കേഷൻ കിട്ടാൻ പോകാത്ത സീരീസുകളാണ്. സോ വെൻ ആർ വേൾഡ് ഇസ് ഓപ്പണിംഗ് അപ്പ്, നമ്മൾക്ക് ഇതെല്ലാം കാണാനുള്ള അവസരമാണ് ഈ OTT പ്ലാറ്റ്ഫോംസിലൂടെ ലഭിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ സെൻസർഷിപ്പ് കൊണ്ടുവരുന്നത് ആക്ച്വലി അത് ഇറ്റ് ഇസ് ഗോയിങ് ടു ഇമ്പാക്ട് പീപ്പിൾ. നമുക്ക് തുറന്നു തന്ന ഒരു വിൻഡോ അത് അടയ്ക്കാൻ പോവുകയാണ്. തീർച്ചയായും. ഇപ്പോ ധനി പറഞ്ഞതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾക്കൊപ്പം OTT പ്ലാറ്റ്ഫോമുകൾക്ക് കൂടി നിയന്ത്രണം വരികയാണ്. ഇന്ത്യ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി ഇടപെടാനാകാത്ത ഒരു സ്ഥലമായി മാറുന്നുണ്ടോ? ഒന്നുകൂടി ചോദിക്കൂ, മനസ്സിലായില്ല. അതായത് ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നതോടുകൂടി ഇന്ത്യ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി ഇടപെടാനാകാത്ത ഒരു സ്ഥലമായി മാറുന്നുണ്ടോ? ഈ നിയന്ത്രണങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇത് നമ്മളുടെ ഒരു സ്പെക്യുലേഷൻ ആണ് ഇത് വന്നേക്കാമെന്ന്. ഇത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന റെഗുലേഷൻസ്
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും അതായത് ഇന്റർനെറ്റ് ലിമിറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാകും. പിന്നെ അത് മാത്രമല്ല ഇതിലൊരു വ്യക്തതയില്ല. അതായത് ഇന്ത്യയെക്കാളും അതായത് ഇങ്ങനത്തെ റെഗുലേഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളുണ്ട്. ഇന്റർനെറ്റിൽ കുറെ കൂടെ നമ്മളെക്കാൾ എക്സ്പീരിയൻസ്, ഇന്റർനെറ്റിനെ ഡീൽ ചെയ്തിട്ട് കുറെ എക്സ്പീരിയൻസ് ഉള്ള മറ്റു രാജ്യങ്ങളിൽ പോലും ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്റർനെറ്റിന്റെ സ്വഭാവം അങ്ങനെയാണ് അല്ലെ. അതായത് ഇന്റർനെറ്റിൽ ആർക്കും ആരുടെയും സഹായം ആവശ്യമില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങാനോ ആർക്കും ആരുടെയും ആവശ്യമില്ല. സോ അതുകൊണ്ട് ഇപ്പൊ സർക്കാർ പറയുന്ന പോലെ ഓൺലൈൻ ന്യൂസ് ചെയ്യുന്ന എല്ലാവരും INB കീഴിൽ വരികയാണെങ്കിൽ അതിപ്പോ ഫേസ്ബുക്ക് ഇൻക്ലൂഡ് ചെയ്യും, ഗൂഗിൾ ഇൻക്ലൂഡ് ആവും. അപ്പൊ ഫേസ്ബുക്കും ഗൂഗിളും എല്ലാം ഇന്റർനാഷണൽ കമ്പനീസ് ആണ്. അവർക്ക് ഇന്ത്യയിൽ ഒരു കമ്പനി രജിസ്റ്റേർഡ് ആയിരിക്കും, എന്നാൽ അവർ മെയിൻലി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ അവരെങ്ങനെയാണ് സർക്കാർ ഡീൽ ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ നിറ്റിഗ്രിറ്റീസ് ഉണ്ട്. ഇത് എനിക്ക് സർക്കാരിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാളും ലോഡാണ് ആക്ച്വലി ഇപ്പൊ സർക്കാർ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും തീർച്ചയായും ശ്രീധന്യ, ഇത്രയും നേരം ദ ക്യൂവുമായി സംസാരിച്ചതിന് നന്ദി. താങ്ക് യു. ഓക്കെ.